ഹലോ മക്കളെ, മേഘാമിസ് ആണ്. കഴിഞ്ഞ വർഷം നിങ്ങളുടെ +1 ജേണിയിൽ നല്ല അടിപൊളിയായിട്ട് ബിസിനസ് സ്റ്റഡീസിനൊപ്പം മിസ്സും ഉണ്ടായിരുന്നു. ഒട്ടും ചേഞ്ചസ് ഇല്ല, +2ലും മിസ്സും കൂടെ ഉണ്ടാവും നിങ്ങളുടെ ഈ ഒരു +2ന്റെ ടോപ്പിക്സ് എല്ലാം അടിപൊളിയായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്കൂളിലേക്ക് എത്തിയ സമയത്ത് എന്താണ് +2ലെ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ ബുക്സും കാര്യങ്ങളും ടോപ്പിക്സും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടതിനേക്കാൾ കൂടുതലായിട്ട് വൈഡർ ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. മിനിമം നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ 2nd ചാപ്റ്റർ ആയിരിക്കും നടന്നുകൊണ്ടുണ്ടാവുക അല്ലേ? നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫയോളിന്റെയും ടൈലറിന്റെയും പ്രിൻസിപ്പിൾസ് ഒക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, വളരെ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മുടെ 2nd ചാപ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പഠനം +2ലും ആവശ്യമാണ്. നമ്മുടെ +2ൽ നമ്മുടെ യുവാ ബാച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇനി ജൂലൈ മാസത്തിൽ നമ്മൾ പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററും കൂടെ കവർ ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ആ ഫംഗ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി നമ്മുടെ ഓണം എക്സാമിന് 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഓർഗനൈസിംഗ് വരെ നമ്മൾ പഠിച്ച് തീർത്തേ മതിയാവും. ഇനി നമ്മുടെ ആപ്പിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ജൂലൈ മാസത്തോടു കൂടി പ്ലാനിങ് നമ്മൾ കവർ ചെയ്യും. പിന്നീട് നമ്മുടെ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ മാത്രമാണ് നമ്മൾ ഓഗസ്റ്റിലേക്ക് വെക്കുന്നത്. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ട റിവിഷനും കൂടെ നമ്മുടെ ബാച്ചിൽ റെഡിയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്തുണ്ട്, നമ്മുടെ യുവാ ബാച്ചിലെ സ്റ്റുഡൻസിന് വേണ്ടി ഇവിടെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, യൂട്യൂബ് ലൈവ് ഇല്ലേ, യൂട്യൂബിൽ എന്നാണ് ക്ലാസ് തുടങ്ങുന്നതെന്നൊക്കെ. നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ആപ്പിൽ തന്നെയാണ്. ചാപ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂട്യൂബിൽ നമ്മൾ ഇനി ലൈവ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 1 ഷോട്ട് റിവിഷൻ ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് ഇപ്പോൾ തന്നെ കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഡീഷണൽ ക്ലാസ്സസ് കൂടി ഇനി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ നിങ്ങളുടെ ഒരു കൺസേൺ ആയിരുന്നു നമ്മുടെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൂടെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. അതും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ നീഡ്സ് എന്താണ് എന്നുള്ളത് കമന്റ്സിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെറ്റാക്കി തരും. സോ കമന്റ് ചെയ്യുക. സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.